നിങ്ങൾ 10,000 രൂപയ്ക്ക് ഒരു സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൺസിഡറേഷനിൽ ഉറപ്പായിട്ടും ഉള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കാം മോട്ടോ G8 പവർ ലൈറ്റ്. പക്ഷേ നിങ്ങളൊരു ചെറുപ്പക്കാരനാണെങ്കിൽ ഒരിക്കലും ഈ സ്മാർട്ട് ഫോൺ എടുക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. അതിൻ്റെ കാരണങ്ങൾ അറിയണ്ടേ? വീഡിയോ മുഴുവനായി കാണുക. ഇത് നിങ്ങളുടെ സുഹൃത്ത് ഹാരിസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർക്സ് ടെക് ATU. ഒത്തിരി ശ്രമം ചെയ്ത് എഫോർട്ടിട്ടാണ് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യുന്നത്. ആ എഫോർട്ടിനെയും ശ്രമങ്ങളെയും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയും. ദയവ് ചെയ്ത് ആ സബ്സ്ക്രൈബ് ബട്ടണും ലൈക്ക് ബട്ടണും അമർത്തുക. മോട്ടോ G8 പവർ ലൈറ്റിൻ്റെ റിവ്യൂ നമ്മൾ 6 മേഖലകളിലായിട്ട് നോക്കും. ബിൽഡ് ആൻഡ് ഡിസൈൻ, സ്ക്രീൻ ആൻഡ് മൾട്ടിമീഡിയ, ക്യാമറ, ബാറ്ററി, ഗെയിമിംഗ്, സ്പെക്സ്. ഈ 6 മേഖലകളിൽ കൂടെ നമുക്ക് ഇതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ചർച്ച ചെയ്യാം. ചെറിയൊരു അൺബോക്സിംഗിൽ നിന്ന് തുടങ്ങാം. മോട്ടോ G8 പവർ ലൈറ്റിന് ഒത്തിരി ക്വാളിറ്റിയുള്ള ഒരു ബോക്സൊന്നും ലഭിക്കുന്നത്. എല്ലാ സൈഡിലും മോട്ടോറോളയുടെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഡിവൈസിൻ്റെ ബോക്സിൻ്റെ പിൻവശത്ത് ഇതിൻ്റെ ക്യാമറയെക്കുറിച്ചും ഡിസ്പ്ലേയെക്കുറിച്ചും ബാറ്ററിയെക്കുറിച്ചും അതുപോലെ തന്നെ റാം മെമ്മറി സ്പെസിഫിക്കേഷനെ കുറിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് ഇതിനെ ഏറ്റവും സ്പെഷ്യൽ ആക്കുന്നത്. കാരണം 10,000 രൂപയ്ക്ക് താഴെ 4GB 64GB മെമ്മറിയൊക്കെ തരുന്ന ഡിവൈസുകൾ, അതുപോലെ തന്നെ ഒരു 16 മെഗാ പിക്സൽ പ്രൈമറി ക്യാമറ തരുന്ന ഡിവൈസ് വളരെ കുറവാണ്. ബോക്സിനുള്ളിൽ നമുക്ക് ആദ്യമേ ലഭിക്കുന്നത് മോട്ടോ G8 പവർ ലൈറ്റ് തന്നെയാണ്. അതിൻ്റെ ഒപ്പം ഒരു കേസ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു സ്ക്രീൻ ഗാർഡും. അതിൻ്റെ അർത്ഥം ഇതിന് ഗൊറില്ല ഗ്ലാസോ ഡ്രാഗൺ ട്രേറ്റ് ഗ്ലാസോ അങ്ങനെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗ്ലാസും ലഭിച്ചിട്ടില്ല എന്നാണ്. നിങ്ങൾ ഈ സ്മാർട്ട് ഫോൺ മേടിക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇപ്പോഴും പറയുന്നു, പുറകിലൊട്ടിച്ചിരിക്കുന്ന ബാർകോഡ് സൂക്ഷിച്ചു വെക്കുക. അതിൻ്റെ കാരണം മുകളിൽ വന്ന വീഡിയോയിലുണ്ട്. അടുത്തതായി നമുക്ക് ബോക്സിൽ ലഭിക്കുന്നത് കുറച്ച് വാറണ്ടി പേപ്പേഴ്സും ഇൻഫർമേഷൻ ഗൈഡുകളുമാണ്. അതിൻ്റെ ഒപ്പം ഒരു ചെറിയ സിം ഇജക്ടർ ടൂൾ ലഭിക്കുന്നുണ്ട്. അത് സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു ചാർജറും നമുക്ക് ലഭിക്കും. ഫാസ്റ്റ് ചാർജിങ്ങോ ക്വിക്ക് ചാർജിങ്ങോ അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയും ഇതിലില്ല. വളരെ ബേസിക്കാണ്. 10 വോൾട്ട് 2 ആംപ്. അതിനുശേഷം 2020 ഒരു മൈക്രോ USB കേബിൾ. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ബോക്സിൽ വരുന്നത്. സ്ക്രീൻ ഗാർഡ്, കേസ്, സിം ഇജക്ടർ ടൂൾ, കുറച്ച് ലീഫ്ലെറ്റ്സ്, സ്മാർട്ട് ഫോൺ, അതുപോലെ തന്നെ 5 വാട്ട് 2 ആംപ് ചാർജർ, അതിനൊരു മൈക്രോ USB കേബിൾ. ഇനി നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം. നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവാനായിട്ട് റിവ്യൂ 6 മേഖലകളിലായിട്ട് തിരിച്ചിട്ടുണ്ട്. ബിൽഡ് ആൻഡ് ഡിസൈൻ, സ്ക്രീൻ ആൻഡ് മൾട്ടിമീഡിയ, ക്യാമറ, ബാറ്ററി, ഗെയിമിംഗ് ആൻഡ് സ്പെക്സ്. ഇതിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ള ബിൽഡ് ആൻഡ് ഡിസൈൻ എങ്ങനെയുണ്ടായിരുന്നു പറയാം. ഈ ഡിവൈസിൻ്റെ പോസിറ്റീവുകളിലൊന്നാണ് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി. ഇതിൻ്റെ ബിൽഡ് മെറ്റീരിയൽ പോളികാർബണേറ്റ് അഥവാ പ്ലാസ്റ്റിക് ആണ്. പക്ഷേ ഒരു പ്ലാസ്റ്റിക് ഫീലില്ല. സംഭവം റിജിഡാണ്, സോളിഡാണ്. കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു പ്രീമിയം ഫീലൊക്കെ നൽകുന്നുണ്ട്. പോളികാർബണേറ്റ് ബിൽഡ് ആയതുകൊണ്ട് തന്നെ ഡിവൈസ് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, ഈസി ടു ഹാൻഡിലാണ്. 5000 mAh ബാറ്ററി ഉണ്ടായിട്ടും ഈ ഡിവൈസിൻ്റെ ടോട്ടൽ വെയിറ്റ് 200 ഗ്രാമേ ഉള്ളൂ. ഡിസൈനും യുണീക്കാണ്, സ്പെഷ്യലാണ്. ഫോർ എക്സാമ്പിൾ, അതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഇരിക്കുന്ന ആ മോട്ടോ ലോഗോയ്ക്കുള്ളിലാണ്. മാക്രോ ക്യാമറയ്ക്ക് ഒരു സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബഡ്ജറ്റിൽ ഇങ്ങനെയുള്ള ഡിസൈൻസ് അല്പം യുണീക്കാണ്. ഇനി ഫിംഗർ പ്രിൻറ്റ് സെൻസറും വളരെ റെസ്പോൺസീവാണ്, പെട്ടെന്ന് അൺലോക്ക് ആവും. പവർ ബട്ടണ് സെപ്പറേറ്റ് ഒരു ടെക്സ്ചർ കൊടുത്തിട്ടുള്ളതുകൊണ്ട് വോളിയം ബട്ടണും പവർ ബട്ടണും സെപ്പറേറ്റ് നമുക്ക് തിരിച്ചറിയാം. നന്നായിട്ട് അതും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഫോണിൻ്റെ മുകൾ ഭാഗത്ത് ഇയർഫോൺ പോർട്ട് മാത്രമേ ഉള്ളൂ. കാരണം സെക്കൻഡറി മൈക്ക് പിൻവശത്താണ്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഇയർ പീസും അതുപോലെ തന്നെ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഇനി ഫോണിൻ്റെ താഴെ വശത്ത് മൈക്രോ USB പോർട്ടും അതുപോലെ തന്നെ ഒരു മൈക്കും കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ ഇടതുവശത്തായിട്ട് സിം ട്രേയും കൊടുത്തിട്ടുണ്ട്. ഇതൊരു ട്രിപ്പിൾ സ്ലോട്ടഡ് സിം ട്രേ ആണ്. അതായത് ഒരേ സമയം നിങ്ങൾക്ക് മെമ്മറി കാർഡും 2 സിം കാർഡ് ഉപയോഗിക്കാം. ഈ ഡിവൈസിൻ്റെ ബിൽഡിലും ഡിസൈനിലുള്ള ചെറിയൊരു നെഗറ്റീവ് ഇതിൻ്റെ സൈസാണ്. 6.5 ഇഞ്ച് ഇതിൻ്റെ ഡിസ്പ്ലേ ഉള്ളൂ. പക്ഷേ നല്ലൊരു വലിയ ഫോണിൻ്റെ ഒരു ഫീലാണ്. നിങ്ങൾക്ക് ഒരു കയ്യിൽ ഉപയോഗിക്കാൻ അല്പം ബുദ്ധിമുട്ട് തോന്നിയേക്കാം. ഡിസൈനിലൊരു ചെറിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പീക്കർ പിൻവശത്താണ് നൽകിയിരിക്കുന്നത്. ഇതിന് ചെറിയ ബൾജിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ടേബിളിലൊക്കെ വെച്ച് നിങ്ങൾ പാട്ട് കേൾക്കുമ്പോഴും അത്യാവശ്യം വൃത്തിയായിട്ട് സൗണ്ട് പുറത്ത് വരുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും ഈ ഡിസൈൻ ഇഷ്ടപ്പെടണമെന്നില്ല. ഓവറോൾ ബിൽഡ് ആൻഡ് ഡിസൈൻ്റെ കാര്യത്തിൽ ഞാനൊരു 8.5 ഔട്ട് ഓഫ് 10 റേറ്റിംഗ് കൊടുക്കും. ഇൻഫിനിക്സും ടെക്നോയും എന്തിന് Redmi 8 വരെ ഒരു ഗ്ലോസി ഫിനിഷ് കൊടുക്കുമ്പോൾ ഇവിടെ മോട്ടോ ഒരു മാറ്റ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. ഇനി ഈ വീഡിയോയുടെ അടുത്ത സെഗ്മെൻറ്റിലോട്ട് നമുക്ക് പോകാം. സ്ക്രീൻ ആൻഡ് മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു പറയാം. മോട്ടോ G8 പവർ ലൈറ്റിന് ഒരു 720p കാറ്റഗറിയിലുള്ള ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. 6.5 ഇഞ്ച് HD+ ഡിസ്പ്ലേ ആണ് ഈ ഡിവൈസിന് ലഭിക്കുന്നത്. ഒരു HD+ ഡിസ്പ്ലേ ഇത്രയും വലിയൊരു ഫോം ഫാക്ടറിലോട്ട് വരുമ്പോൾ ഉള്ള ഒബ്വിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഇതിനുമുണ്ട്. നിങ്ങൾക്ക് ജനറൽ ഡേ ടു ഡേ യൂസേജുകളിൽ കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ഒത്തിരി സിനിമ കാണുന്ന വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ സ്ക്രീൻ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി ഒത്തിരി ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കും, സ്ക്രീനിൻ്റെ റെസൊല്യൂഷൻ പോരായിരുന്നു എന്ന സംഗതി. അത്ര അടിപൊളി ഡിസ്പ്ലേ ഒന്നുമല്ല. ഇത് ഡേ ടു ഡേ യൂസേജുകൾക്ക്, അതായത് പത്രം വായിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സർഫ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഓക്കെയാണ്. പക്ഷേ ഒത്തിരി സിനിമ കാണുക അല്ലെങ്കിൽ ഒത്തിരി എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി ഡിസ്പ്ലേ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് സോ പ്രാക്ടിക്കൽ. അത്ര നല്ലൊരു റെസൊല്യൂഷൻ ഇതിന് ലഭിക്കുന്നില്ല. ഇനി ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി എങ്ങനെ ഉണ്ടായിരുന്നു പറയാം. അത്യാവശ്യം വൃത്തിയായിട്ടുള്ള ഒരു ഓഡിയോ ക്വാളിറ്റി ഇതിൻ്റെ സ്പീക്കേഴ്സിൽ നിന്ന് വരുന്നുണ്ട്. മൾട്ടിമീഡിയ എന്ന് പറയുന്നത് കേവലം സ്ക്രീൻ മാത്രമല്ലല്ലോ.
ഇയർഫോണിൽ കൂടെയും അത്യാവശ്യം നല്ല രീതിയിലുള്ള മ്യൂസിക് ലഭിക്കുന്നുണ്ട്. റെഡ്മിയുടെ ക്വാളിറ്റിയുടെ ഒപ്പം വരുന്നില്ല എങ്കിലും അത്യാവശ്യം ഈ ഒരു ബഡ്ജറ്റിൽ നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി സ്പീക്കേഴ്സിൽ കൂടെയും അതുപോലെ തന്നെ ഇയർഫോൺസിൽ കൂടെയും വരുന്നുണ്ട്. സോ മൾട്ടിമീഡിയ ആൻഡ് സ്ക്രീൻ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഓക്കേയിഷ് എന്ന് ഞാൻ പറയത്തുള്ളൂ. നിങ്ങൾക്ക് ഒത്തിരി സിനിമ കാണണമെങ്കിൽ ഈ ഒരു ബഡ്ജറ്റിൽ നിന്ന് തന്നെ അല്പം ഉയർന്ന് ചിന്തിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണിൽ ഒരു ഫുൾ HD ഡിസ്പ്ലേ ആണെങ്കിൽ ഈ ഡിവൈസിൻ്റെ ഡിസ്പ്ലേ എടുത്ത് നോക്കുമ്പോൾ ഒരു ഡൗൺഗ്രേഡ് ആയിട്ട് തോന്നും. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് വെറും ഒരു HD ഡിസ്പ്ലേ ആണെങ്കിൽ നിങ്ങൾക്കിത് ഡൗൺഗ്രേഡ് ആയിട്ട് തോന്നില്ല. ഇതിൻ്റെ ഡിസ്പ്ലേ അല്പം കൂടെ നല്ലതായിട്ട് തോന്നും. ഞാൻ സാംസങ് M21 നിന്നാണ് ഈ ഡിവൈസിലോട്ട് വന്നത്. തീർച്ചയായിട്ടും എനിക്ക് ഡൗൺഗ്രേഡ് ആയിട്ട് ഫീൽ ചെയ്തു. ഒരു ഫുൾ HD ഡിസ്പ്ലേ ആണ് നിങ്ങൾ ഉപയോഗിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡൗൺഗ്രേഡ് ആയിട്ട് തോന്നിയേക്കാം. ഇനി Moto G8 Power Liteൻ്റെ ക്യാമറ പെർഫോമൻസിനെ കുറിച്ച് സംസാരിക്കാം. ഈ ബഡ്ജറ്റിൽ തന്നെ വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു ക്യാമറ സിസ്റ്റം കൊണ്ടുവരുന്നത് ഈ ഡിവൈസാണ്. 2 മെഗാപിക്സൽ f2.4 മാക്രോ ലെൻസാണ് ഏറ്റവും ആദ്യമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അതിന് തൊട്ട് താഴെയായിട്ട് 16 മെഗാപിക്സൽ f2.0 പ്രൈമറി ക്യാമറയും 2 മെഗാപിക്സൽ ഡെപ്ത് സെൻസറും ഉണ്ട്. ഇനി സെൽഫി പർപ്പസിനായിട്ട് 8 മെഗാപിക്സൽ f2.0 സെൽഫി ക്യാമറയും നൽകിയിട്ടുണ്ട്. ഓൺ പേപ്പർ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്പെക്കാണ്. പക്ഷേ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഇറ്റ്സ് നോട്ട് അപ് ടു ദ മാർക്ക്. ബ്രൈറ്റ് ഡേ ലൈറ്റിൽ ഈ ഡിവൈസിൻ്റെ പ്രൈമറി ക്യാമറ അത്യാവശ്യം വൃത്തിയുള്ള ആവറേജ് ആയിട്ടുള്ള ഷോട്ടുകൾ എടുക്കുന്നുണ്ട്. പക്ഷേ ഒരു 16 മെഗാപിക്സൽ ക്യാമറയിൽ നിന്ന് നമ്മൾ ഇതിനേക്കാളും പ്രതീക്ഷിക്കും. വേണമെങ്കിൽ മോട്ടോയ്ക്ക് ഒരു അപ്ഡേറ്റ് വഴി ഇത് ഫിക്സ് ചെയ്യാവുന്നേ ഉള്ളൂ. അങ്ങനെ ഞാൻ പറയാൻ കാരണം ഇതിൻ്റെ മാക്രോ ക്യാമറയുടെ പെർഫോമൻസ് ആണ്. അല്പം ലോ ലൈറ്റ് ആണെങ്കിൽ ഇതിൻ്റെ 16 മെഗാപിക്സൽ പ്രൈമറി ക്യാമറ നല്ലൊരു പിക്ചർ തരാനായിട്ട് കഷ്ടപ്പെടും. പക്ഷേ അതേ സാഹചര്യത്തിൽ വളരെ ഈസി ആയിട്ട് നല്ല ഡെഫിനേഷനും കളേഴ്സുമുള്ള മാക്രോ ഷോട്ടുകൾ ഇതിൻ്റെ മാക്രോ ക്യാമറ നൽകും. ഇതിന് വെറും 2 മെഗാപിക്സൽ റെസൊല്യൂഷനേ ഉള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഈ ഡിവൈസിൻ്റെ മാക്രോ ക്യാമറയ്ക്ക് ഇത്ര നല്ല റിസൾട്ട് നൽകാമെങ്കിൽ എന്തുകൊണ്ട് പ്രൈമറി ക്യാമറയ്ക്ക് ആയിക്കൂടാ? ഈ ഡിവൈസിൻ്റെ ഫുൾ ക്യാമറ റിവ്യൂ ഉടനെ ഉണ്ട്. അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ഇഷ്യൂവിനെ കുറിച്ച് പറയാം. ഓവറോൾ പോർട്രേറ്റ് ഷോട്ടുകളും വളരെ നന്നായിരുന്നു. ഇവിടെ 16 മെഗാപിക്സൽ ക്യാമറയുടെ മുതൽ നമുക്ക് കാണാനുണ്ട്. എഡ്ജസ് ഒക്കെ ഡിഫൈൻഡ് ആയിരുന്നു. ഹേലോ എഫക്റ്റ് ഒന്നുമില്ല. ഓവറോൾ സാറ്റിസ്ഫൈഡ്. സെൽഫീസിൻ്റെ കാര്യത്തിൽ അല്പം വാഷ്ഡ് ഔട്ട് ആയിട്ടുള്ള ഇമേജസ് ആണ്. പക്ഷേ നമുക്ക് ഇതിലും കൂടുതലൊന്നും ഇവിടെ ചോദിക്കാനില്ല. കാരണം 10,000 രൂപ ബഡ്ജറ്റാണ്. അറ്റ്ലീസ്റ്റ് ഇവിടെ ഹേലോ എഫക്റ്റ് എങ്കിലും ഇല്ലല്ലോ. അതാണ് ഒരു നല്ല സംഗതി. അങ്ങനെ പറയാൻ കാരണം ഇതിൻ്റെ കോമ്പറ്റീഷനായിട്ട് വരുന്ന റിയൽമി, ഇൻഫിനിക്സ് ഡിവൈസുകളിൽ അങ്ങനത്തെ ഇഷ്യൂസ് കണ്ടിട്ടുണ്ട്. ഓവറോൾ ഈ ഡിവൈസിൻ്റെ ക്യാമറ പെർഫോമൻസിന് ഒരു 2.5 ഔട്ട് ഓഫ് 5 റേറ്റിംഗേ ഞാൻ കൊടുക്കത്തുള്ളൂ. കാരണം ജനറൽ ഫോട്ടോഗ്രാഫി അത്ര നന്നായിരുന്നില്ല. ഇനി ഈ ഡിവൈസിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസിനെ കുറിച്ച് പറയാം. PUBG ഓപ്പൺ ആയപ്പോൾ തന്നെ നമുക്ക് 2 സെറ്റിംഗ്സേ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. സ്മൂത്തും അതുപോലെ തന്നെ ബാലൻസ്ഡും. അതിലും ലോയും മീഡിയവും മാത്രമാണ് നമുക്ക് ആക്സസിബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തന്നെ ഈ ഡിവൈസിൻ്റെ ഗ്രാഫിക് പെർഫോമൻസിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയോ? ഒത്തിരി നല്ല ഗെയിമിംഗ് ഡിവൈസ് ഒന്നും അല്ല ഇത്. ഗെയിമിംഗ് നിങ്ങളുടെ പ്രയോറിറ്റി ആണെങ്കിൽ റിയൽമി C3 അല്ലെങ്കിൽ നാർസോ 10 എടുക്കാം. അതല്ല നിങ്ങൾ ഒക്കേഷണലായിട്ടൊക്കെ ഗെയിം കളിക്കുന്നുള്ളൂ എങ്കിൽ തീർച്ചയായിട്ടും ഈ ഡിവൈസ് നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും. ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടാവാൻ കാരണം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന റാമാണ് DDR3 സീരീസ് റാമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഹീലിയോ P22 ഉപയോഗിച്ചിരിക്കുന്ന അതേ GPU ചെറുതായിട്ടൊന്ന് ആക്സിലറേറ്റ് ചെയ്താണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഡിവൈസിൻ്റെ ഒരു എക്സ്റ്റെൻസീവ് ഗെയിമിംഗ് റിവ്യൂ നിങ്ങൾക്ക് ആവശ്യമാണോ? ആവശ്യമാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഗെയിമിംഗ് റിവ്യൂ ഞങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നില്ല. Moto G8 Power Liteൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫീച്ചറുകളിൽ ഒന്നാണ് ഇതിൻ്റെ 5000 mAh ബാറ്ററി. വെറുതെ ഒരു പേപ്പറിൽ എഴുതി വെച്ചിരിക്കുകയല്ല, ശരിക്കും നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ വളരെ കൺസർവേറ്റീവായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ 3 ദിവസം വരെയും, ഇനി ഒരു ആവറേജ് യൂസ് ആണെങ്കിൽ 1.5 ദിവസം മുതൽ 2 ദിവസം വരെയും ഇതിൻ്റെ ബാറ്ററി ലാസ്റ്റ് ചെയ്യും. നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ മിഡിൽ ഏജിൽ നിൽക്കുന്ന നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൽ ആർക്കെങ്കിലുമോ ഈ ഫോൺ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ അവർ ഒത്തിരിയേറെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഫീച്ചറായിരിക്കും ഇതിൻ്റെ ബാറ്ററി. ഇനി Moto G8 Power Liteൻ്റെ കീ സ്പെസിഫിക്കേഷനുകളെ കുറിച്ച് പറയാം. ഈ ഡിവൈസിൽ 8 കോറുകളുള്ള ഒരു ചിപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കോറുകൾ നിർമ്മിച്ചിരിക്കുന്നത് കോർട്ടെക്സ് A53 ആർക്കിടെക്ചറിലാണ്. ഓരോ കോറുകളും 2.3 GHz ക്ലോക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഹീലിയോ P35 എന്ന് പറയുന്ന മീഡിയ ടെക്കിൻ്റെ ചിപ്സെറ്റ് 12 നാനോമീറ്റർ മാനുഫാക്ചറിംഗ് പ്രോസസ്സിൽ നിർമ്മിച്ചുകൊണ്ട് ഒത്തിരി ഹീറ്റിങ്ങിനൊന്നും കാരണമാകുന്നില്ല. ഈ ഡിവൈസിൻ്റെ 4GB റാമിൽ ഏകദേശം 55% എപ്പോഴും ഫ്രീ ആയിട്ട് തന്നെയുണ്ട്. ഇനി ഇതിൻ്റെ 64GB ഇൻറ്റേർണൽ സ്റ്റോറേജിൽ ഏകദേശം 49GB യൂസേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള മെമ്മറി ആയിട്ടുണ്ട്. സെൻസേഴ്സിൻ്റെ കാര്യത്തിൽ മോട്ടോ ഒരു കോംപ്രമൈസിലോട്ട് പോയിട്ടില്ല. അത്യാവശ്യം വേണ്ട സെൻസേഴ്സ് എല്ലാം ഈ ഡിവൈസിനുണ്ട്. ഇനി ഈ ഡിവൈസിൻ്റെ സോഫ്റ്റ്വെയർ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പ്യുവർ സ്റ്റോക്ക് ആൻഡ്രോയിഡ്. എക്സ്ട്രാ എന്ന് എനിക്ക് തോന്നുന്നത് ഫേസ്ബുക്ക് പോലുള്ള ചില ആപ്പുകളാണ്. അതും 1-2 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ. അതും നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. ഇത് നല്ലൊരു ഫീച്ചറാണ്, പ്രത്യേകിച്ച് നിങ്ങളുടെ പേരൻസിനാണ് ഈ ഡിവൈസ് എടുത്ത് കൊടുക്കുന്നതെങ്കിൽ. കാരണം റെഡ്മി, റിയൽമി ഈ ഡിവൈസുകളിലൊക്കെ ചില സമയത്ത് ആഡുകളും പോപ്പപ്പുകളും അതുപോലെ തന്നെ ബ്രൗസർ സജഷനുകളൊക്കെ വരും. ഈ ഡിവൈസിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായമായവർക്ക് ഈ ആഡ്സ് എന്താണ് ഈ വന്നതെന്നൊന്നും ചിലപ്പോൾ അറിയാൻ പറ്റില്ല. അത് പിന്നീട് വലിയ പ്രശ്നങ്ങളിലോട്ടൊക്കെ ചെന്നെത്തിച്ചേക്കാം. എന്നാൽ ഇവിടെ എക്സ്ട്രാ ആയിട്ട് ഒരു മോട്ടോ
എക്സ്പീരിയൻസും മാത്രമാണുള്ളത്. മോട്ടോയുടെ ഒരു ചെറിയ ആപ്പ് അതല്ലാതെ ബാക്കി ഒന്നും തന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡിൽ നിന്ന് വ്യത്യസ്തമായിട്ടില്ല. എന്നാൽ നിങ്ങളൊരു ഫീച്ചർ റിച്ച് യൂസർ ഇൻ്റർഫേസ് ആണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഈ ഡിവൈസിനേക്കാൾ നല്ലത് റെഡ്മി റിയൽമി ഡിവൈസുകളായിരിക്കും. അവസാനത്തിലോട്ട് വരുമ്പോൾ ആ ചോദ്യം ബാക്കിയാണ്, ആർക്കുള്ളതാണ് ഈ സ്മാർട്ട് ഫോൺ? ഉത്തരം പറയുന്നതിന് മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ്, നിങ്ങൾ ഇത്ര നേരം ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത സബ്സ്ക്രൈബ് ബട്ടണും ലൈക്ക് ബട്ടണും അമർത്തുക. നിങ്ങളൊരു എക്സ്റ്റെൻസീവ് സ്മാർട്ട് ഫോൺ യൂസർ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് സ്യൂട്ട് ചെയ്യും. കാരണം നല്ല ബാറ്ററി ഡിവൈസിനുണ്ട്, നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്, കുഴപ്പമില്ലാത്ത ഡിസ്പ്ലേയും ക്യാമറയും ഉണ്ട്. പക്ഷേ നിങ്ങളൊരു ചെറുപ്പക്കാരനാണെങ്കിൽ ഈ ഡിവൈസിലോട്ട് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്.